വീണ്ടും തുടങ്ങി മടല്. ആര് പറഞ്ഞു കുഴച്ചില്ലെന്ന് അടി വരെ എത്തി. സാലഡ് ഉണ്ടാക്കാം. അവക്കാഡോ വെച്ചോ? ചേച്ചി സ്പെഷ്യലാന്നൊക്കെ പറഞ്ഞിട്ട്. അതെ, സ്പെഷ്യലാണ് ഇത്. മടല്. മടലോ? അടിപൊളി കേട്ടോ. വാവ്, സൂപ്പർ. എന്തിനാ പോവാ? സാലഡ് ഉണ്ടാക്കാം ചെറുതായിട്ട്. അവക്കാഡോ വെച്ചോ? ആ അവക്കാഡോ വെച്ചു. ഹൈ, ഇത് നീ കഴിച്ചിട്ടുണ്ട് ഈ അവക്കാഡോ? കഴിച്ചു നോക്ക്, ബട്ടറിൻ്റെ ടേസ്റ്റാണ്. എനിക്ക് വേണ്ടെങ്കിൽ. ഇത് തിന്നോ? തിന്നാൻ പറ്റൂല. തിന്നാൻ പറ്റൂല. ഒന്ന് കഴിച്ചു കാണിക്കും ആള്. തിന്നാൻ പറ്റൂല. നല്ലത് തിന്നാൻ പറ്റൂല്ലോ എന്ന് അറിയാൻ പറ്റുള്ളൂ. സെറ്റായി. എന്നെങ്ങാനും തരുമോ മാളൂ? കൊണ്ട, ഞാൻ അറിയാം. ഇത്രയും കുഞ്ഞുകുഞ്ഞാ മതിയോ? തക്കാളി കൂടി പോയാ? ലെമൺ ജ്യൂസാ? മോളെ, നീ ഈ കാടും പടപ്പിന്റെ ഇടയിൽ എന്നെ എവിടെ കൊണ്ടുപോണേ? അമ്മായി വാ. എവിടെ? ഇല വെട്ടാനാണോ? പിന്നെ നമുക്ക് വാഴ വെട്ടാൻ മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ, കാട്ടിക്കൂടെയൊക്കെ. വാഴയിലല്ലേ ആവശ്യം നമുക്ക്. ഇന്ന് നമുക്ക് വാഴയിലല്ല ആവശ്യം. എന്താ അടിവില? ഷോ, ഒറ്റ വെട്ടിന് മിടുക്കി. എനിക്ക് ഇത്ര ശക്തി ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല അമ്മായി. ആണോ? അപ്പ പൊളിച്ച് ശക്തി കൂടി. ഇത് മതി നമുക്ക്. അത്ര മതിയാ? വേഗം വാ അമ്മായി, മാള് പറഞ്ഞതിന് മുന്നേ, അല്ലെങ്കിൽ അവൾ എന്നെ ചീത്ത പറഞ്ഞു കൊല്ലൂ. അതൊക്കെ ഉണ്ട് അമ്മായി വാ. പണി മാള് വന്നതിന് മുന്നേ എനിക്കിത് അടുപ്പത്താക്കണം. എന്തൊക്കെ കോപ്രായം കാട്ടാൻ പോണെന്ന് എനിക്ക് എന്റെ തൊണ്ടയില ഞാനും കുടുങ്ങൂ. ഇതൊക്കെ കഴിച്ചിട്ട് ഇന്ന് വരെ എൻ്റെ മാളൂൻ്റെ തൊണ്ടയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അത് നിങ്ങൾ ചെറുപ്പം പിള്ളേരല്ലേ, ഞാൻ വയസ്സായതല്ലേ. അപ്പം അമ്മായി കഴിക്കുമ്പോൾ സൂക്ഷിച്ച് കഴിച്ചാൽ മതി. സൂക്ഷിച്ച് കഴിച്ചാൽ മതി. ഇത്രയും നീളത്തിലായിട്ടേ? അതല്ല അമ്മയുടെ തൊണ്ടയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്.
ഇതായാലും കൊടുക്കൂല. ഞാൻ കഴിച്ചിട്ട് വേണ്ടേ? കഴിപ്പിക്കുമല്ലോ. ഇവിടെ എന്തുണ്ടാക്കിയാലും ഞാൻ അമ്മേനെ കൊണ്ട് അത് തീറ്റിക്കുമല്ലോ. എന്നോടാ കളി. കണ്ടാ കരിമ്പ് പോലില്ലേ? കരിമ്പ്. ഈ കരിമ്പ് വെച്ചാൽ നമ്മളിന്ന് കറി ഉണ്ടാക്കാൻ പോകും. ഇതാര് നിന്നെ എങ്ങനെയൊക്കെ പഠിപ്പിച്ചേ? ആരെങ്കിലും പഠിപ്പിച്ചിട്ട് വേണോ അമ്മായി? ഈ പ്രകൃതി നമുക്ക് എന്തൊക്കെ തന്നിരിക്കുന്നത് ഇതെല്ലാം നമുക്ക് തിന്നാനുള്ളത് തന്നെയാണ്. അത് നമ്മളങ്ങ് കണ്ടുപിടിച്ച് തിന്നണം. ചത്താ ചത്ത്, ജീവിച്ചാ ജീവിച്ച്. ചേച്ചി നേരത്തെ കഴിഞ്ഞ ട്യൂഷൻ വീണ്ടും തുടങ്ങി മടല്. ഞാൻ നീ പറഞ്ഞതിന് മുന്നേ ഇത് സെറ്റാക്കി ഇതിന്റെ പൊക്കത്ത് ഇറച്ചിട്ട് കഴിഞ്ഞാ നീ കാണൂലല്ലോ. ഒന്ന് അങ്ങോട്ട് മാറ്. കൊറേ കാലം കൂടെ നിങ്ങളെ ഞാൻ ഇത് തീറ്റിപ്പിക്കണം വിചാരിക്കും. ആരെന്നെയാ? മടൽ വെട്ടി ബീഫ് ഉണ്ടാക്കി എപ്പോഴും പറയില്ലേ, അതാ സാധനമാണ് ഈ സാധനം. മനസ്സിലായ? അമ്മായി പെരട്ടുവോ? ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് തരല്ല. പെരട്ടോ? ഞാൻ ഒന്ന് കൈ എഴുതിട്ട് ആ കൈ എഴുതിട്ടോ. അമ്മായി വന്നതിന് മുമ്പ് മുളക് പൊടി ഇട്ടേക്കാം, അല്ലെങ്കിൽ സമ്മതിക്കൂല. ഓക്കെ അല്ലേ മാളു? അമ്മായി വന്നു. എന്റെ കൈ നീറട്ടെന്നല്ലേ? അല്ല അല്ല, നീ എന്താ നോണ പറഞ്ഞത്? പറഞ്ഞില്ല. അമ്മായി വരണതിന് മുന്നേ മുളക് പൊടി ഇട്ടേക്കാം എന്ന് പറഞ്ഞതാ. ആ കൂടി പോകും ഞാൻ പറയുകയല്ലേ. അപ്പോഴേക്കും അമ്മായി എത്തി. അപ്പൊ വീണ്ടും ഇടാൻ പോയി കഴിഞ്ഞപ്പോ അമ്മായി വന്നു, മതി എന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അത്രേ പറഞ്ഞിട്ടുള്ളൂ? അത്രേ പറഞ്ഞു. ആ അത്രയാണെങ്കിൽ കുഴപ്പമില്ല, പോട്ട്. കഴിഞ്ഞോ? കഴിഞ്ഞു. ഉപ്പ് കൂടെ ഇട്ടോട്ടെ. കുറച്ച് വിനിഗർ കൂടി മതിയാ? മതിയാ? ഓ അയ്യോ, ഞാൻ സവാള എടുക്കാൻ പറഞ്ഞു. നീ എടുക്കണോ ഞാൻ എടുക്കണോ? എടുത്തിട്ട് വരുമോ? ഈ കറിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? ഒരു തരി എണ്ണ ഒഴിക്കൂല. ഒഴിക്കില്ലേ? കഴിച്ചോ. കുഴ കിട്ടിയില്ലെങ്കിൽ ഇന്നത്തേക്ക് ഇട്ടോ അമ്മായി. എങ്ങനെ വന്നാലും തിളച്ച് കുഴ ആയിക്കോളും കേട്ടോ. അടുപ്പായതുകൊണ്ടേ ഇരുന്നിരുന്നിരുന്ന് അങ്ങ് വെന്തോളും. തട്ടിക്കോ. ആരും അറിഞ്ഞു കുഴച്ചില്ലെന്ന് അടി വരെ എത്തി. മാളു, ഇതിന്റെ വലിയ മൂടി എടുത്തോണ്ട് വരുമോ? വലിയ മൂടി. തീയൊക്കെ ഒന്ന് ഉഷാറായി വരണതേ ഉള്ളൂ. അമ്മ പോയി കഴിയട്ടോ. കറിവേപ്പില ഇട്ടില്ല, കറിവേപ്പില. ബാ, നമുക്കിനി എന്തെങ്കിലും സ്നാക്സ് കഴിക്കാം. കൊള്ളാവോ? എനിക്ക് തരണമെങ്കിൽ മാത്രമേ ഞാൻ കഴിക്കൂ. എന്താ അങ്ങനെയാണ്? തന്നില്ലെങ്കിൽ കഴിക്കൂല. ഓരോ തവണ വീട്ടിൽ പോയിട്ട് വരും, ഓരോ തവണ പുതിയ ശീലങ്ങളും കൊണ്ടുവരും. ഇന്നെങ്ങാനും കഴിച്ചു തരുമോ? ഇതോളാം. സാധാരണ എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ള ഏതാ മാളു? ഏതാ? ഏതാ മൈ? കാപ്പിപ്പൊടി.
കാപ്പിപ്പൊടി എനിക്ക് കൂടി എടുക്കാൻ. ഇത് കൊള്ളൂല. പോരാ. ഇതൂടെ ആകുമ്പോൾ ലാസ്റ്റ് ഞാൻ എല്ലാം കഴിച്ചേ. ഇനി പറ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാ? ബ്ലാക്ക് ആയിരിക്കും ഫസ്റ്റ് കഴിച്ചത്. എനിക്ക് ബ്ലാക്ക് ആണ് ഏറ്റവും ഇഷ്ടം. ഇന്നിപ്പോ കഴിച്ചത് ബ്ലാക്കും മഞ്ഞയും കഴിക്കാറുണ്ട്. ഞാൻ കഴിച്ചതിൽ ഇഷ്ടപ്പെട്ട ഇതാ. ഇത് കൊള്ളാം. മഞ്ഞ കൊള്ളാം കേട്ടോ. എന്താ പാടും നിന്റെ കഷത്തിൽ? എന്താ ഇഷ്ടികേ? എന്തേ ഇങ്ങനെ നടക്കണ എന്തിനാ? മര്യാദ കിടന്നിട്ട് വാ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിനക്ക് ഫസ്റ്റ് കിട്ടൂല്ലോ കേട്ടാ. ഇങ്ങനെ വെക്കണോ? അപ്പൊ അങ്ങനെയൊന്നും വെക്കണ്ട. മര്യാദക്ക് നല്ല ഒതുക്കത്തിൽ നടന്നിങ്ങനെ വാ. എന്തോ ഒരു അപാകത. അമ്മയെ ഒന്ന് കാണിച്ചു കൊടുത്ത ചെല്ലി. അമ്മയ്യ ആ, ഞാൻ കാണിച്ചാ. ഈ നടപ്പ് നീ നടന്ന നിനക്ക് ഫസ്റ്റ് കിട്ടൂല. പറഞ്ഞില്ലാന്ന് വേണ്ട. ആ കണ്ടാ? വാ. അവള് സ്റ്റാർട്ട് പറയാൻ നിക്കണേ. അടിപൊളി. സൂപ്പർ. ഇങ്ങനെയാണോ ഞാൻ കാണിക്കാൻ പറഞ്ഞേ? മാനം കെടുത്തി. നീ നന്നായിട്ട് ചെയ്ത് വാളു. ആ അത് വന്നല്ലേ, നമ്മുടെ കഥാനായിക വന്നല്ല. ആതിര, ഇവിടെ ഇപ്പൊ ഒരു സംഭവം ഉണ്ട്. ഇവക്ക് നാളെ കോമ്പറ്റീഷൻ ആണ് സ്കൂളില്. ആണോ? അപ്പൊ ഇവക്ക് അതാണ് ഞാൻ ഇപ്പൊ ഇവിടെ നടന്നത് കണ്ടത്. ഇനി നീ ഒന്ന് കാണിച്ചു. എനിക്ക് അത്ര നന്നായിട്ടൊന്നും അറിയില്ല. എന്നാലും അറിയുന്ന പോലെ എന്തെങ്കിലും ധാരാളം നോക്കിക്കോണേ. കറക്റ്റ് ആയിട്ട് നോക്കിക്കോണേ. വരട്ടെ. ആദ്യം നമ്മൾ ഹെഡ് സ്ട്രെയിറ്റ് ആയിരിക്കണം, നേരെ നോക്കണം. ഓക്കെ, മാളു എല്ലാം കണ്ടു പഠിച്ചോളൂ. എന്നിട്ട് മാളു ഒറ്റയ്ക്ക് ഇടണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇങ്ങനെ നടക്കും. എന്നിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ പോസ് ചെയ്യാം. തിരിച്ച് നടക്കാം. ഓക്കെ, അടിപൊളി. കണ്ടുപഠിക്ക്. ചെല്ലി ചെല്ലി. മത്സരം നിനക്ക് മത്സരം. നിനക്കല്ല മത്സരം. ഞാൻ അവിടെ വരട്ടെ. പക്ഷെ ഇത്ര നന്നായിട്ട് നടക്കുന്ന കുട്ടീനെയാണോ നിങ്ങൾക്ക് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞത്? ഭയങ്കര സ്പീഡല്ലേ ഇവള്. സ്റ്റേജിന്റെ ഇതുപോലെ ഇരിക്കത്തില്ലേ? അടിപൊളിയായിട്ട്. 10 out of 10. സൂപ്പർ. ഞാൻ കണ്ടായിരുന്നു പരസ്യം കണക്ക്. അത്രയും മണി. ഇത്രയും നാളും ചെറുപ്പക്കാരിയാന്ന് പറഞ്ഞോണ്ടിരിക്കണേ. അതെ, പാവം വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുത്തില്ല. നമുക്ക് നേരെ ഭക്ഷണത്തിലോട്ട് അങ്ങ് കയറിയാലോ? ഞാനാണെ ശരിക്കും കൊതിച്ചിരിക്കുവാണ് ചേച്ചി ഉണ്ടാക്കുന്ന ഫുഡൊക്കെ കണ്ടിട്ട്. നമുക്ക് തുടങ്ങിയാലോ പരിപാടി? പോവാ. ഹായ്. ഹായ്. ഇങ്ങോട്ട് വന്നാ? ഇങ്ങോട്ട് വന്നിട്ട് ചേച്ചി സ്പെഷ്യലാന്നൊക്കെ പറഞ്ഞിട്ട്. അതെ, സ്പെഷ്യലാണ്. ഇത് മടല്. മടൽ ബീഫ് കറി. ഭയങ്കര വെറൈറ്റി ആണ്. അതാണ് വെറൈറ്റി ഞാൻ പറഞ്ഞത്. എന്നെ തീറ്റിക്കാൻ വേണ്ടിയുള്ള ഇട്ടതാ. കാരണം എന്താ പറയാ, ഞങ്ങൾ ഇത് ഒരു പ്രാവശ്യം ഇവിടെ വെച്ചിട്ടുള്ളതാ. അപ്പൊ അന്ന് അമ്മായി ഉണ്ടായിരുന്നില്ല. അമ്മായിയുടെ വീട്ടിലായിരുന്നു. അപ്പൊ എപ്പോഴും ആളും എപ്പോഴും പറയും, ചേച്ചി എന്നെ കൊണ്ട് കല്ലും മണ്ണും ഒക്കെ തീറ്റിക്കും, അമ്മായിനെ കൊണ്ട് തീറ്റിക്കും. അപ്പൊ ഒന്നേന്ന് പറഞ്ഞ് ഈ കല്ലും മണ്ണും മടലും ചിരട്ടയൊക്കെ കൂടി വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യമേ മടലിൽ തന്നെ തുടങ്ങി. പോരാത്തിന് ഞാൻ ആതിരേനും കൂടി വിളിച്ചിട്ടുണ്ടല്ലോ. എന്നാ പിന്നെ ഈ വെറൈറ്റി തന്നെ ഇരിക്കട്ടെ. മാളുവിനും ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമുക്ക് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം ഉണ്ടാവില്ലേ? അപ്പൊ കൊള്ളാം. ചെയ്യാതെ വെക്കാം. ടേസ്റ്റ് നമുക്ക് അവിടെ ചെന്നിട്ട് ടേസ്റ്റ് നോക്കിയാ പോരെ? മതി. ഞാൻ മാളൂര് നല്ല കൊതി വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഒരു തുള്ളി എണ്ണ ഒഴിച്ചിട്ടില്ല. ആണോ?
ഒരു തുള്ളി നല്ല നെയ്യുണ്ടല്ലോ. ബീഫിന്റെ നെയ്യാണ് ഉള്ളത്. എണ്ണ മനപ്പൂർവ്വം ഒഴിക്കാത്തതല്ല, ഇതിൽ എണ്ണ ഒഴിക്കാറില്ല. പിന്നെ ഇപ്പൊ വെളിച്ചെണ്ണയ്ക്ക് വില കൂടുതലുമാണ്. അങ്ങനെ ലുപ്തിച്ചതാണ്. അല്ലമ്മ ഈ കറിയിൽ ഞാൻ എണ്ണ ഒഴിക്കാം. അന്ന് ചെയ്തപ്പോഴും എണ്ണ ഒഴിച്ചിട്ടില്ല. ഇത് എണ്ണ ഇല്ലാത്തൊരു കറിയാ. കഴിഞ്ഞല്ലോ അല്ലേ? കഴിഞ്ഞു. ഞാനപ്പോ ഇതെല്ലാം ഇറക്കിയിട്ട് കൊണ്ടുവരാൻ കൂടെ. അപ്പൊ നിങ്ങൾ അവിടെ പോയിരുന്നോ? പോട്ടെ പോവാ നമുക്ക്. വാ. മാളു ആ സാലഡ് ഒക്കെ എടുത്തു കൊടുക്ക്. സാലഡ് എന്താ ചേച്ചി? ഇത് അവക്കാഡോ സാലഡ്. ഇതൊക്കെ ഉണ്ടാക്കിയല്ലേ? മതിയോ? കഴിച്ചിട്ട് പിന്നെ എടുക്കാം. ഗ്രേവി തരട്ടെ? ഇതെങ്ങനെയാ കഴിക്കണ്ടെന്ന് എനിക്കറിയില്ല. നമ്മൾ കരിമ്പ് കഴിക്കൂലേ, അതുപോലെ അങ്ങ് തട്ടിക്കോ. അതുപോലെ കുറച്ചു മാളുവിന് ഇതല്ല. മാളു ഗ്രേവിയുടെ ആളാ. ആണോ? കാണിക്കും മാളു. മതിയാ? മതി. ഇതോടെ ഒലീവ്സ് എടുക്കടാ. ഞാൻ മാളുവിന് സെർവ് ചെയ്തേ. ബ്ലാക്ക് വേണോ? ചേച്ചി എന്താ എടുക്കാത്ത? ഏതാ മറ്റേ സാധനം മടൽ. ഞാൻ എടുക്കാൻ പോണു. ഞാൻ എടുക്കാണ്ടിരിക്കും തോന്നണ്ട അല്ലേ അമ്മായി? അത് തന്നെ. ഇത്രയൊക്കെ വെട്ടിയരിഞ്ഞ് ഇടാമെങ്കിൽ പിന്നെ എന്നോട് കഴിക്കാൻ പിന്നെ ആരും പറയണ്ടാ. തന്റെ കഴിച്ചോളൂ. നോൺ സ്റ്റോപ്പ് ആണ് ഇല്ലേ മാളു? അടുത്തല്ലേ. ഈ റസ്ക് എന്തിനാ വെച്ചിരിക്കണെന്ന് അറിയോ? അതെന്തിനാ? അത് ഈ സാലഡിന്റെ കൂടെ കഴിക്കാൻ. ഓക്കെ, അപ്പൊ അതൊന്ന് കാണിച്ചാ? ഞാൻ കാണിച്ചു. അതിനെന്താ ഷമോ. ഇങ്ങനെ എടുക്ക, കഴിക്കാം. നോക്കട്ടെ, ട്രൈ ചെയ്ത് നോക്കട്ടെ. താങ്ക് യു. ഇനി നമ്മുടെ മടലെടുക്കുക. എന്നിട്ടിങ്ങനെ നമ്മൾ കരിമ്പ് കഴിക്കൂലേ, അതെല്ലാം കഴിച്ചോക്കെ. അങ്ങനെ കഴിക്കണ്ട. അടിപൊളി കേട്ടോ. നല്ല പാടാണല്ലോ കഴിക്കാൻ അല്ലേ? ബീഫിന്റെ ആ ഗ്രേവി ഒക്കെ നന്നായിട്ട്. അമ്മായിക്ക് കിട്ടിയില്ലെന്ന് തോന്നുന്നത്. അടിപൊളി. അടിപൊളിയല്ലേ? അടിപൊളി ബീഫ് കേട്ടോ. പറ്റുവാണെങ്കിൽ നീ ഓണത്തിനും കൂടെ വരണം കേട്ടോ. വരും. എന്താണ് ഓണത്തിന് വേറൊരു സ്പെഷ്യലാ? എന്തുവാ അറിയില്ല. പറഞ്ഞാ പിന്നെ സസ്പെൻസ് പോവില്ലേ? അന്ന് വരുമ്പോഴേ കാണാൻ പറ്റും. അഥവാ ഞാൻ വന്നില്ലെങ്കിലും കുറച്ച് പാക്ക് ചെയ്ത് കൊടുത്തു വിട്ടിരുന്നാലും ഭാഗ്യമില്ലാന്ന് വിചാരിച്ചാ മതി. കറക്റ്റ് അല്ലേ മോളൂ? കറക്റ്റാ. ഈ സാലഡ് ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. ആണല്ലേ? താങ്ക് യു. നല്ല വെന്ത് വെന്തിട്ട് ആ മസാലയൊക്കെ ഭയങ്കര അതില്
എനിക്ക് നമ്മൾ ഈ വിറകടുപ്പിൽ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ? അതെ. അമ്മക്ക് ഏതായിട്ട് ഇഷ്ടമായ സലാഡ്